ഹലോ ചുട്ടീസ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. ഇത് സ്പെഷ്യലാന്ന് പറയാൻ കാരണം ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ വാനില എസൻസോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ എന്തൊരു സോഫ്റ്റാണ് നോക്ക്, നല്ല പൊന്തി വന്ന്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അവിടെ എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിനായിട്ട് വേണ്ടത് 2 ഓറഞ്ചാണ്. ഈ 2 ഓറഞ്ചിൻ്റെ തോല് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളമൊന്നും പെടാണ്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്യാൻ. വെള്ള വെട്ടുണ്ടെങ്കിൽ കഴിക്കും. അതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഗ്രേറ്റ് ചെയ്തത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ കുരു ഒന്നും പെടാണ്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുക്കാം. കുരു വെട്ടിക്കുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കുമേ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിലാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ സാധാ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി 4 മുട്ടയാട്ടോ ഈ ഒരു കേക്കിലേക്ക് വേണ്ടത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും നമ്മൾ വേറെ വേറെ എടുക്കുക. എന്നിട്ട് വെള്ളയിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ മാത്രം ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി. ഇല്ല വിസ്കോ തവിയോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 8-10 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ബീറ്റായിട്ട് വരുവേ. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ. അപ്പം അത് കുറച്ച് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടേൻ്റെ മഞ്ഞയും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഈ വെള്ളയിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യേണ്ട, മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മൈദയാണ്. 8 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൻ്റെ മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രമല്ലേ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിലുള്ള ബബിൾസ്, എയർ ബബിൾസൊക്കെ അങ്ങ് പോയിക്കോളും. എന്നിട്ട് നമ്മൾ കുക്കർ കുറച്ച് നേരം ചൂടാകാൻ വെക്കണം. വെറുതെ ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചൂടായതിന് ശേഷം ഈ ബാറ്റർ ഒഴിച്ച പാത്രം നമ്മൾ ആ കുക്കറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സിമ്മിലാക്കിയിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്മിലാക്കിയിട്ട് നമ്മളുടെ കേക്ക് വേവിച്ചെടുക്കുക. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോർക്കോ കോലോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കാം. അപ്പം റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലൊട്ടി പിടിക്കില്ല. അങ്ങനെ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പൊന്തി വന്നിട്ടുണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റാണ്. നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ്, സോഫ്റ്റാണ്, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കണം.